വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അമ്മ പറഞ്ഞതാ, പോകുന്ന പോലെ തന്നെ കൈയും വീശി മടങ്ങി വരുന്നു. അത് കൃത്യമായി. നാണക്കേട്. വാ. നീ ഇവിടെ എന്ത് കാണാൻ നിൽക്ക? വരണം. ഇവള് തൂത്തൂത്ത് കുടുംബം തൂക്കുന്ന ലക്ഷണമാ. ഓ, ആരണം വരുന്നുണ്ട്. എന്നും കുന്നു നീ ഇവിടെ തന്നെയാണല്ലോ സുശീലേ. കെട്ടിച്ചു വിട്ടതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ല. അമ്മാവാ, എന്റെ വായിന്ന് വല്ലതും വീഴുവേ. എന്നും കുന്നു ഇവിടെ കാണുന്നെങ്കിലേ ഇതെന്റെ വീടായിട്ടാ. അതിവിടെ ഉള്ളവരങ്ങ് സഹിച്ചോളും. ഓ, സഹിച്ചോട്ടെ സഹിച്ചോട്ടെ. എനിക്കൊന്നുമില്ലേ. ഞാൻ കരുതിയത് ഭദ്ര നിന്നെ കെട്ടി അങ്ങോട്ട് കൊണ്ടുപോയെന്നാ. ഇപ്പോഴല്ലേ മനസ്സിലായത് നീ ഭദ്രനെ കെട്ടി ഇങ്ങോട്ടാ കൊണ്ടുവന്നതെന്ന്. അല്ല, നിന്റെ നായർ വന്നില്ലേ? നായർ ഇവിടെ ഉണ്ടമ്മാവാ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ എവിടെ പോവാനാ? അല്ലടാ ഭദ്ര. എന്താ അമ്മ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയുന്നത്? ഏയ്, നിനക്ക് തോന്നുന്നൊന്നുമല്ല. ഇവിടെ വരുമ്പോ നമ്മളെ കാണുന്നത് അമ്മാവനൊരു ചതുർത്ഥിയാ. ഞങ്ങൾ അങ്ങനെ ചുമ്മാ കയറി വന്നൊന്നും അല്ല. അറിയാല്ല കാര്യങ്ങളൊക്കെ. പിന്നെ ആ, അത് ഓർമ്മയുണ്ടായ മതി. അല്ലടാ ഭദ്ര, നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ നിങ്ങളുടെ കുഞ്ഞിനെ അവിടെ ആര് നോക്കും? അതിനെന്റെ അമ്മയുണ്ടല്ലോ അവിടെ. അതിനെ ഈ വയസ്സാം കാലത്ത് കഷ്ടപ്പെടുത്തണോ ഭദ്ര? എന്ന് പറഞ്ഞാൽ എങ്ങനെ? കാര്യങ്ങൾ നടക്കണ്ടേ? കൊച്ചിനെ ഒക്കത്ത് വെച്ചോണ്ട് നടന്നാലേ കിട്ടാനുള്ളത് കിട്ടുവോ? അല്ല, നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടുന്ന് കിട്ടാനുള്ളതൊക്കെ നിനക്ക് കിട്ടുമെന്നാ? പിന്നെ കിട്ടാതെ? അത് കിട്ടിയിട്ട് ഭദ്ര നീ വരവ് നിർത്തൂ കേട്ടാ. അപ്പൊ നീ കാലാകാലത്തോളം ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതങ്ങ് പള്ളിത്താഴത്ത് പോയി പറഞ്ഞാ മതി. അമ്മാവൻ അറിയാഞ്ഞിട്ടാ ഭദ്രന്റെ സ്വഭാവം. വെട്ടൊന്ന് മുറി രണ്ട്, അതാ ശീലം. ഓ, ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇതുവരെ വെട്ടുന്നതും കണ്ടില്ല, മുറിയുന്നതും കണ്ടില്ല. അതെ, അമ്മാവൻ നോക്കിക്കോ, വെട്ടാതെ തന്നെ മുറിക്കും ഈ ഭദ്രൻ. അളിയനും കെട്ടികളും പോയിരിക്കുക. കാശും കൊണ്ടേ അവര് വരൂ. എനിക്ക് കിട്ടാനുള്ളതും വാങ്ങിച്ചിട്ട് ഞാനും സുശീല ഇവിടുന്ന് പോകൂ. ആണോ? ആ, അപ്പൊ നിന്റെ കാര്യത്തിൽ തീരുമാനമായി. കിട്ടുമ്പോ ഒന്ന് പറയണേ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ബന്ധുക്കളല്ലേ ഭദ്ര? അല്ല, നിങ്ങളുടെ അമ്മായി ഇവിടെ ഇല്ലേ? അകത്തുണ്ട്. ആ, ഞാൻ വന്ന് അറിഞ്ഞു കാണുകയല്ലേ. പോയെന്നോ. ആയിക്കോട്ടെ, ചെല്ല് ചെല്ല്. എരന്ന് തിന്നുന്ന എന്നെയാണ് അമ്മാവൻ തുരന്ന് തിന്നുന്നത്. കഷ്ടം. കൊറേ
നാളായി സരസ്വതി ഉണ്ടാക്കിയ സാമ്പാറും കൂട്ടി ഊണ് കഴിച്ചിട്ട്. ഇന്ന് ഏതായാലും അത് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. പുറത്ത് ആരോടായിരുന്നു സംസാരം? ഞാൻ നമ്മുടെ ഭദ്രനോട് അല്പം സംസാരിച്ചങ്ങനെ. ചായ എടുക്കട്ടെ? ഓ, ഇപ്പൊ വേണ്ട, ഇനിയിപ്പോ ഊണ് കഴിക്കാനായില്ലേ. ഭദ്രൻ എന്താ പറഞ്ഞത്? അവനെന്തോ പറയാനാ, കാശിന്റെ കാര്യം. അല്ല എന്താ? ശോ, ഇങ്ങനൊരു സ്വൈരക്കേട്. വാ തുറന്ന കാശ് കാശ് എന്നുള്ളൊരു സംസാരേ ഉള്ളൂ. തലവേദന ഒഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. അല്ല, അതിപ്പോ ഒഴിയുമല്ലോ. സുഖവും കെട്ടിയോളും പോയിരിക്കല്ലേ. ഏട്ടനോട് ആര് പറഞ്ഞു? ഭദ്രൻ. അതിപ്പോ കിട്ടുമെന്ന് എന്താ ഒരു ഉറപ്പ്? ചിലപ്പോ പോയതുപോലെ ഇങ്ങ് പോരാനും മതി. ഇനി അഥവാ കിട്ടിയെന്നിരിക്കട്ടെ, എന്ത് ചെയ്യാനാ ഉദ്ദേശം? അതിപ്പോ അവർക്ക് കിട്ടുന്ന കാശിനെ പറ്റി ഞാനെന്ത് പറയാനാ? ദാണ്ട കിടക്കുന്നു അവിടെ കുഴപ്പം. അവർക്ക് കിട്ടുന്ന കാശെന്ന് പറഞ്ഞാ അത് ഇവിടത്തേക്കുള്ള കാശാ. അതപ്പോ ആര് കൈകാര്യം ചെയ്യണം? നമ്മൾ കാരണവന്മാര് കൈകാര്യം ചെയ്യണം. അല്ലാതെ പിള്ളാരോട് തന്നെ വെച്ചോളാൻ പറയല്ല വേണ്ടത്. എന്നിട്ട് നമ്മളത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ചെലവാക്കണം. കൊടുക്കാനുള്ളതിന്റെ കുറച്ചേ ഭദ്രന് കൊടുക്കാവൂ. വേണമെങ്കിൽ കുറച്ച് സുഖൂലും. പിന്നെ എനിക്ക് തന്നെ ഇപ്പോ ഒരു അത്യാവശ്യം വന്നാൽ എടുക്കാമല്ലോ. പിള്ളേരുടെ കയ്യിലാണെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? കിട്ടുന്ന കാശ് നുള്ളിയും പെറുക്കി അങ്ങ് തീരും. എന്താ, ശരിയല്ലയോ? അതിപ്പോ സുഖം നമ്മൾ ചോദിച്ചാ തരുവോ? ചോദിക്കേണ്ട രീതി ചോദിച്ചാ തരും. ഇപ്പൊ തന്നെ സ്ത്രീധനമായിട്ട് 3 ലക്ഷം കിട്ടിയിട്ട് വല്ല പ്രയോജനം നമുക്കുണ്ടായോ? അവന്റെ അവളുടെയും പേരില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അത് അവിടെ കിടന്ന ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമോ? ഇനിയെങ്കിലും അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റരുത്. എന്തായാലും അവര് വരട്ടെ. മതി. എന്നാ ശരി, ഞാൻ പോയി അല്പനേരം കിടക്കട്ടെ. വല്ലാത്ത ക്ഷീണം. ഇനിയിപ്പോ ഊണും കഴിച്ച് ചായ കൂടിയും കഴിഞ്ഞല്ലേ പോകുന്നുള്ളൂ. ഇവിടെ കൊണ്ടുവച്ചു. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അമ്മാവോ, എന്താ പരിപാടി? അല്ല, ഞാൻ തലയൊന്ന് മേശപ്പുറത്താ? അല്ല, കട്ടിലേ. എങ്കിൽ പിന്നെ ഞാനിവിടെ ഒന്നും മേശപ്പുറത്ത് തല അയച്ചാലോ? പിന്നെന്താ? അമ്മാവ് സ്മോൾ അടിക്കോ? എന്താ ഭദ്ര? അല്ല, ഞാനടിക്കും, അതുകൊണ്ട് ചോദിച്ചേ. ഞാൻ എന്നാ അപ്പുറത്തെ മുറി തല അയക്കാം. അമ്മാവോ, ഇവിടെ ഇങ്ങോട്ട്. എന്താ ഈ സുഖു ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും? എങ്ങനെ പോയാ? അല്ല, ഈ മദ്യപാനം ഇങ്ങനെ തുടർന്നാലേ. അതെ അതെ, ഞാൻ അവനെ കാണുമ്പോഴൊക്കെ ഉപദേശിക്കും. ഒരു പ്രയോജനവുമില്ല. നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കുകയില്ല.
ആ അതുകൊണ്ടായിരിക്കും ഒന്ന് സഹായിച്ചേക്കാവെന്ന് വെച്ചത്. എന്ത് സഹായം? സഹായമെന്നാ? ആ, ഇതങ്ങ് കുടിച്ച് തീർത്ത് സഹായിച്ചേക്കാവെന്ന്. അതെ, ഇത് ഞാൻ കളയാൻ കൊണ്ടുപോയതാ. അവൻ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നില്ലേ എനിക്ക് ദണ്ണമുണ്ട്. എനിക്കും. അമ്മാവന് ഇത് ഒറ്റയ്ക്ക് അടിച്ചു മാറ്റിയതില് എനിക്കുണ്ട് ഇത്തിരി ദണ്ണം. അടിച്ചു മാറ്റാനോ? ആ. ഞാനോ? കൃഷ്ണ, ആ ഇനി കൃഷ്ണ കൂടി വിളിക്കണ്ട. ഒരു പൈന്റ് മാക്സിമം 2 പേർക്കല്ലേ പറ്റൂ. അപ്പൊ നീയൊന്നും ഒരു മദ്യപാനിയേ അല്ല. ആ ഈ ഒരു ഒത്തൊരുമ എല്ലാ കാര്യത്തിലും ഉണ്ടായാൽ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും. ദാ ഇതങ്ങ് പിടിച്ച. എനിക്ക് വേണ്ട. സന്തോഷം. വെള്ളം വേണ്ട. ഓ അതാ പറഞ്ഞേ. പതുക്കെ കൂമ്പ് കത്തും. ഒന്നുകൂടെ വേണോ? വേണ്ട. ആ നല്ല സ്വയംഭ സാധനം. ഇടയ്ക്കൊന്ന് ഇങ്ങനൊക്കെ കിട്ടിയാലേ ഒരു ഉശിരുണ്ടാവും കേടാ. ഇങ്ങനെ വെള്ളം ചേർക്കാതെ അടിച്ചാലേ ആയുസ് അറിയാതൊക്കെ ചത്തുപോകും. പോകുന്നെങ്കിൽ പോട്ടെ. കണ്ടാ അറിയാം ജനിച്ചപ്പോഴേ തുടങ്ങിയാണ്. എന്നാ ഇതിന് ടച്ചിങ്സ് ഒക്കെ എടുത്തോ. ഇച്ചിരി വെള്ളം വെച്ച് കഴിക്കാൻ. സാരമില്ലടാ, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഗ്ലാസും കൂടെ. ഒഴിക്ക്. ഇനിയില്ല, ഞാൻ പറഞ്ഞില്ല ഒരു പൈന്റ് 2 പേർക്കാ ഉള്ളത്. ൂശിയിലെങ്ങൊന്നും ചെയ്യത്തില്ലെന്ന് എന്റെ സ്വഭാവം അറിയാലോ. ഇയാള് ഭയങ്കരനാ. ഈ മുതൽ മുടക്കില്ലാതെ അടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അല്ലേ? അത് വേറെയാ. അതെ അമ്മാവ, എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്. പറഞ്ഞുതരാം. ദാ അമ്മ എത്ര ആളായി പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ അത്രക്കാരനൊന്നുമല്ല. പിന്നെ ഒരു ടൈം പാസ് അല്ലേ? ആ. എല്ലാരും അങ്ങനെയാണ്. വലി സുശീലപ്പ വരും. നിന്റെ ഭാര്യ സുശീലയുടെ ചില നേരത്തെ വർത്തമാനം കേൾക്കുമ്പോ തുറച്ചിൽ വരും. ഒരു ബഹുമാനം ഇല്ല, ഒന്നുമില്ലല്ലോ. ഞാൻ അവിടെ അമ്മാവനില്ലേ. ഭർത്താവായ എനിക്ക് കിട്ടാത്ത ബഹുമാനം അമ്മാവൻ എങ്ങനെ കിട്ടും? അവളെ സഹിക്കുന്നത് നിനക്കൊരു അവാർഡ് തരണം. ഏത് അവാർഡ്? ചേട്ടൻ ഇവിടെ വരുമ്പോ ഇതാണല്ലേ പരിപാടി? പരിപാടി ഇന്ന് പൊയ്ക്കോളാം വീട്ടില്. എന്റെ പൊന്നു സുശീല, ഇത് ഞാൻ മനസ്സറിഞ്ഞ കാര്യമല്ല. ഈ അമ്മാവൻ വെറുതെ എന്നെ നിർബന്ധിച്ചപ്പോ ഞാനിപ്പോ നിർബന്ധിച്ച് 3-4 പ്രാവശ്യം എന്നെ നിർബന്ധിച്ചു, അറിയാവോ? അതെ, ഈ ഒരു തവണത്തേക്ക് നീ ക്ഷമിച്ചാൽ. അമ്മാവന് നാണല്ലേ മകന്റെ പ്രായമുള്ള ഒരാളെ നിർബന്ധിച്ച് കുടിപ്പിക്കാൻ? ഇന്നത്തോടുകൂടി നിർത്തിക്കോണോ ഈ പരിപാടി? സുഖം ഒന്ന് വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നുമോളെ, നീ അവനോട് പറയരുത്. പറയും പറയും പറയും. സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം മകളായ ഞാൻ കാശ് ചോദിച്ചു വാങ്ങുന്നതാ അമ്മാവന് വിഷമം. അനന്തരവന്റെ കള്ള് മോഷ്ടിച്ചു കുടിക്കാൻ ഒരു വിഷമവും ഇല്ല അല്ലേ? സുഖുവിന്റെ അടുത്ത് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലായിടത്തും ഞാൻ പറയും. കുറിയും തൊട്ട് ഈശ്വരനെ വിളിച്ച് നടക്കുന്ന അമ്മാവന്റെ തനി നിറം എല്ലാരും അറിയട്ടെ. അതെ അതെ, എല്ലാരും. എന്താ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു സുശീല, നീ എടുത്തിയാടി അവിവേകം ഒന്നും കാണിക്കരുത്. ഒന്ന് ആലോചിച്ചിട്ടൊക്കെ മതി. നീ എല്ലാരോടും ചെന്ന് പറഞ്ഞാ മാറാൻ പോകുന്നത് ഞാൻ മാത്രമല്ല, നിന്റെ കെട്ടിയവനും കൂടാ. ആ തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദേ ഇനി മേലാൽ ഈ അമ്മാവന്റെ കൂടെ കൂടി ഇത്തരം വേണ്ടാദിനങ്ങളും എല്ലാം കാണിച്ചാ എടിയാ കുപ്പിങ് വന്നിട്ട് പോ. ആ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. ഇത്രയെങ്കിലും മാറ്റി വെച്ചത് നന്നായി. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എന്റെ ഭഗവതി, ശിവേട്ട, ശിവേട്ട, ഇതെവിടെയായിരുന്നു ശിവേട്ടൻ ഇത്രയും കാലം? പറയാം. അമ്മ എവിടെ? അകത്തുണ്ട്. അമ്മേ, ദേ ശിവേട്ടൻ വന്നിരിക്കുന്നു. അമ്മേ, 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 ദേ ശിവേട്ടൻ വന്നു. അമ്മേ, ശിവേട്ടൻ വന്നു. ആ നീ വന്നു അല്ലേ? അമ്മേ, ഓർമ്മയുണ്ടല്ലോ നിനക്ക്.
ഞങ്ങള് രണ്ടുപേരും ഇവിടെ അമ്മയും പെങ്ങളോ ആയി നിനക്കുണ്ടെന്ന്. അമ്മ എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോ, എനിക്ക് പരാതിയില്ല. കാരണം ഞാൻ നിങ്ങളോട് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാ. സാരയില്ല മോനെ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്ത് നീ അവളെ കല്യാണം കഴിച്ചില്ലേ, അത് മതി അമ്മയ്ക്ക്. ചേച്ചിയും കൂടെ കൂട്ടി വരായിരുന്നില്ല ഏട്ടന്? സാരമില്ലടാ, നിന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. വലിയ വീട്ടിൽ ജനിച്ച് ഒരുപാട് സൗകര്യങ്ങൾ വളർന്ന കുട്ടിയല്ലേ അവള്. ഈ വീട് സാഹചര്യങ്ങളും ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം. അപ്പോ ശിവേട്ടൻ ഇനി ഇവിടെയല്ലേ ചേച്ചിയും കൊണ്ട് താമസിക്കുന്നത്? അല്ല, അത് നടക്കില്ല മോളെ. അതാ ഏട്ടന്റെ സാഹചര്യം. ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ അമ്മേ, അങ്ങനെ ചില നിബന്ധനകൾ കൂടിയുണ്ട് എന്റെ ഈ ഭർത്താവ് ഉദ്യോഗത്തിന്. അങ്ങനെ ഒന്നും പറയണ്ട. നീ ആ സാഹചര്യമായി പൊരുത്തപ്പെടുമ്പോ ഈ ചിന്താഗതികളൊക്കെ താനെ മാറും. അവിടെ ആവുമ്പോ അവരുടെ ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും ജോലിയും ചെയ്യാം. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക്. അതിനിപ്പോ എന്താ, ഇത്രയും കാലം ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ജീവിച്ചത്, ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ. ശിവേട്ടന്റെ കല്യാണത്തിന് കൂടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ശിവേട്ടൻ ഫോൺ ചെയ്ത് വരണ്ടാന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് എത്തിയേനെ. നീ ഏട്ടനോട് പൊറുക്കും മോളെ. ഏട്ടനപ്പോ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു മിന്നുകെട്ട്, ഒരു ഒപ്പിടൽ, അത് മാത്രമായിരുന്നു ചടങ്ങ്. ഞാനും അമ്മയും കൂടെ ഭഗവതിക്കാവിൽ പോയി ശിവേട്ടന്റെ പേരിൽ പൂജ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പായസവും വെച്ചു. അടപ്രഥമൻ അല്ലേ അമ്മേ? മോനെ, അമ്മയ്ക്ക് നീ വിളിക്കാതിരുന്നതിലൊന്നും പരാതിയില്ല. പക്ഷേ എന്റെ മോനിനി ആ പഴയ രീതിയിലാവരുത്. ആരെയും ചതിക്കാൻ കൂട്ടു നിൽക്കരുത്. നിന്റെ ഭാര്യയെ സ്നേഹിച്ച് നന്നായി ജീവിക്കണം. ഇങ്ങനെ എന്നെ സ്നേഹിക്കല്ലേ അമ്മേ, അതിന് അർഹതയില്ലാത്തവനാ ഞാൻ. നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയവനല്ലേ ഞാൻ. എന്നിട്ട് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതിരുന്നില്ലേ? എന്നിട്ടും എന്നെ വെറുക്കാതെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അമ്മ എന്നെ ഒന്ന് തല്ലിയാൽ, ഒന്ന് വഴക്കു പറഞ്ഞാൽ എന്റെ ഈ സങ്കടം തീരും. അമ്മയ്ക്കറിയായിരുന്നു നിന്റെ അപ്പോഴത്തെ അവസ്ഥ. അലക്സാണ്ടറെ മാന്റെയും കയ്യിൽ നിന്ന് ജീവിതം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയതല്ലേ നീ. സാരമില്ല, ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ. ഇനി എന്റെ മോൻ സമാധാനമായിട്ട് ജീവിക്കണം. സമാധാനം, നല്ല സമാധാനം എനിക്കിപ്പോ. നല്ല സന്തോഷം. വാ, നീ വരുമെന്നറിഞ്ഞില്ലെങ്കിലും നിനക്കിഷ്ടപ്പെട്ട പുട്ടും കടലയാ ഇന്ന്. നിന്റെ കൂടെ ഇരുന്ന് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാമല്ലോ. ഞാൻ എടുത്തു വെക്കാം. ശിവൻ